ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല അടിപൊളി ബീഫ് കറി. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ എടുക്കുക. അതിൽ സവാള, പട്ട, പെരിഞ്ചീരകം ഇത്ര ഇട്ടിട്ട് നല്ല ബ്രൗൺ ആകും വരെ നല്ല വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും പച്ചമണം മാറും വരെ വറുത്തെടുക്കുക. പിന്നെ മല്ലിച്ചപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ സവാള, തക്കാളി, പച്ചമുളക് ഇട്ട് അരിഞ്ഞിട്ട് വെക്കണം. പിന്നെന്ത് പിന്നെ ബീഫ്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അത് വറുത്തൊരു തേങ്ങയില്ല നേരത്തെ കാണിച്ചാൽ അതാണത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐറ്റം തന്നെ ഇതിലുള്ളത് കണ്ടറിയുമല്ലോ ബാക്കിയല്ലോ. അപ്പോൾ നമുക്കൊരു കുക്കറിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് മൂത്ത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ഉപ്പ് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്തെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ പിന്നെ ഫുള്ള് കറിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ അതിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ തക്കാളി ഇടാം, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അതിലേക്ക് തന്നെ ഇടാം. എന്നിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മൂപ്പിക്കുമ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു മണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ട് അതിലേക്ക് തന്നെ നമുക്ക് പൊടിയെല്ലാം ചേർത്തിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ഇത്ര അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാമല്ലോ. ഒന്ന് കറിവേപ്പില ഞാൻ ആദ്യം ഇടാൻ മറന്നു കേട്ടോ. അത് നമ്മൾ സവാള മൂപ്പിക്കുമ്പോൾ അതിനെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ടിട്ട് മൂപ്പിക്കണം. ഞാൻ പിന്നെ മറന്നുപോയി. പിന്നെ അത് പിന്നെ ഇടാതിരിക്കേണ്ടതിന് പിന്നെ ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ ബീഫ് കഴുകിയിട്ടില്ല നല്ലോണം. പിന്നെ വെള്ളം വാർന്ന് പോകാൻ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തല്ല. ബീഫ് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ലോണം വേവിച്ചിട്ടെടുക്കാം. പിന്നെ വിസിലിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരോ ബീഫ് ഓരോരു പോലെ പെട്ടെന്ന് വേകുന്നതുണ്ടാകുന്നു, വേവാത്തതുണ്ടാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പത്തലിൻ്റെ പണിയും, പത്തിരിന്ന് ചില നാട്ടിൽ പറയും, നമ്മളിവിടെ പത്തൽ എന്ന് പറയും. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചയും വെയിറ്റ് ആക്കുന്നുണ്ട്. കുക്കറിന് വിസിൽ വന്ന് തുടങ്ങി. പൂച്ച ഇങ്ങനെ നോക്കുന്നു, ഇപ്പോൾ കിട്ടുമോ ഇപ്പോൾ കിട്ടുമോ ഇപ്പോൾ കിട്ടുമോ. വിസിലടിക്കുമ്പോൾ മണം വന്നില്ല ബീഫിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളെ പണി നോക്കും. എല്ലാന്ന് ഇപ്പോഴത്തെ റൂമിൽ നടക്കുന്ന സംഗതിയാണ് നീ കാണുന്നതല്ലോ. ഞാൻ അടുക്കളയിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിന് ഹോളത്തെ പണി എടുത്തത്. നെക്സ്റ്റ് അവിടെ എല്ലാം ക്ലീൻ ആക്കാനും ഇല്ല വാരി വലിച്ചിട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഒരാൾ. നമ്മളെ നാട്ടിൽ പത്തിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ലൂസായിട്ട് അരച്ചെടുത്തിട്ട് അതിന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അതിന് ഉരുണ്ട പിടിക്കാൻ പാകത്തിൽ ചൂടാക്കിയിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കും. പത്തലിൻ്റെ പൊടിയെല്ലാം എല്ലാവരും ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കും. അതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളത് കട്ടിയാക്കി എടുക്കും. കണ്ടില്ലേ, ഇതുപോലെ ഇത്ര കട്ടിയാക്കിയിട്ട് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ ബീഫ് കറീൻ്റെ പിന്നെ വിസിലെല്ലാം വന്നു കഴിഞ്ഞിട്ട് അതിൽ മല്ലിച്ചപ്പിലയും ചേർത്ത് കുറച്ച് എന്നിട്ട് ഇതാ നല്ല വറുത്ത് വെച്ച് നല്ല മണമുണ്ട് തേങ്ങ കേട്ടോ. വറുത്ത് വെച്ച തേങ്ങ വിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തു. ബീഫ് കറീൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് അതിലേക്ക് ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് ഇനിയിപ്പോൾ അടുത്തതാ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എവിടെ എപ്പം പത്തൽ തന്നെ നമ്മളെ പുരയിൽ എല്ലാം വേണ്ടത് പത്തൽ തന്നെ. എപ്പം ബീഫ് കറിയായെങ്കിൽ മീൻ കറിയായെങ്കിൽ പത്തൽ തന്നെ. അതിൻ്റെ ഒക്കെ ഒരാളെ വികൃതി ഉണ്ടാകും. അപ്പം നമുക്ക് എല്ലാ പണിയിൽ കഴിഞ്ഞതാ ബീഫ് കറിയും പത്തലും ഇട്ടിട്ട് നമ്മൾ എല്ലാവരും തിന്നാനിരുന്നു. നല്ല അടിപൊളി ബീഫ് കറി ഇട്ടാ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.